ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഈവനിങ് വ്ലോഗാണ്. ഒരു പ്ലാനിങ് കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ഈവനിങ് ആണ് ഇത്. പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. ഞാൻ എപ്പോഴും ചെയ്യുന്നതും പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് ചെയ്യാത്തതുമായിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തത് ജേർണലിംഗ് ആണ്. ജേർണലിംഗ് ഇപ്പൊ ചെയ്തിട്ട് ഏകദേശം ഒരു മാസമായി. നമ്മൾ ലാസ്റ്റ് ചെയ്തത് സെപ്റ്റംബറിൽ ചെയ്ത ആ ഒരു സ്പ്രെഡ് ആണ്. ഇനി രണ്ടാമത്തെ കാര്യം വേറൊന്നുമല്ല, നെയിൽ പോളിഷ് ഇടുന്നതാണ്. മുന്നേയുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് നെയിൽ പോളിഷ് ഒക്കെ ഇടുന്ന ഒരാളാണ്. പക്ഷെ ഒരു മാസമായിട്ട് ഞാൻ അതും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. അപ്പൊ ഇന്ന് വൈകുന്നേരം അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചു ജേർണലിങ്ങും ചെയ്യാ, കൂടെ തന്നെ നെയിൽസും ഒന്ന് വൃത്തിയാക്കാന്ന്. അങ്ങനെ നെയിൽ പോളിഷ് ഇടാന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നെയിൽ പോളിഷ് റിമൂവർ എടുത്തിട്ട് കയ്യിൽ അവിടെ ഇവിടെയൊക്കെ ഉള്ള നെയിൽ പോളിഷ് ഒക്കെ റിമൂവ് ചെയ്തു. എന്നിട്ട് ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഏതോ ഒരു നെയിൽ പോളിഷ് എടുത്ത്, ഏതോ മീൻസ് കുറേ മുന്നേയുള്ള നെയിൽ പോളിഷ് എടുത്തിട്ട് നല്ല കളറല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇട്ട് നോക്കിയതാണ്. പക്ഷെ എന്താണെന്നറിയൂല, നഖത്തുമില്ല അത് ഒട്ടിപ്പിടിക്കുന്നില്ല. അതുകൊണ്ട് അതൊരു ടിഷ്യൂ വെച്ച് തുടച്ച് പോക്കി. എന്നിട്ട് എൻ്റെ സ്ഥിരം വെറൈറ്റി ഒക്കെ വിട്ടിട്ട് എൻ്റെ സ്ഥിരം കംഫർട്ട് ആയിട്ടുള്ള ആ ഒരു നെയിൽ കളർ എന്നെ സെലക്ട് ചെയ്തു. എന്താണെന്നറിയൂല, ഈ ഒരു ന്യൂഡ് ഷെയ്ഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞാനിപ്പം യൂസ് ചെയ്ത നെയിൽ പോളിഷ്. ഏകദേശം ഈ ഒരു ഷെയ്ഡ് വരുന്നത് ഞാനങ്ങ് വാങ്ങിക്കാറാണ്. എപ്പോഴും ഈ ഒരു സെയിം ബ്രാൻഡ് നോക്കി വാങ്ങിക്കാറൊന്നുമല്ല. ഈ ഒരു ഷെയ്ഡ് കിട്ടുന്നത് ഏതായാലും ഞാൻ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ജേർണലിംഗ് ചെയ്യാം. ജേർണലിംഗ് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു മാസമാവാനായിട്ടുണ്ട്. അതുപോലെ കഴിഞ്ഞ 2 വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്തും ഇതെന്താ ജേർണലിംഗ് നിർത്തിയോ എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു 20 ദിവസമെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രെഡൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരു ഗ്യാപ്പ് വന്നുപോയി. എനിക്ക് കുറേ വർക്കൊക്കെ വന്നപ്പം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇതൊന്നും ഇങ്ങനെ മറിച്ചിട്ട് നോക്കിയിട്ട് എൻ്റെ കാലം കുറേ ആയി. അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ മറിച്ചിട്ട് നോക്കുമ്പം ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തതല്ലേ, അങ്ങനെ ഇതാണ്. അത് മാത്രമല്ല, ഇപ്പൊ കുറെ കാലമായിട്ട് ചെയ്യാത്തതുകൊണ്ട് എനിക്കൊരു ഐഡിയ കിട്ടുന്നില്ല ഇപ്പൊ എങ്ങനെ ചെയ്യണം. ഇപ്പൊ ചെയ്താൽ സാധാരണ അത് കുറച്ച് കാലങ്ങളായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകുമ്പോൾ ഇപ്പൊ എങ്ങനെയായാലും കുഴപ്പമില്ല, കുറച്ച് കോളായിപ്പോയാലും കുഴപ്പമില്ല, എന്റെ ജേർണലല്ലേ അതിനെന്താന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പൊ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ. പുതിയതായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു സ്പ്രെഡൊക്കെ ചെയ്തത് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഡു ചെക്കൗട്ട്. അപ്പം നമ്മൾ സെപ്റ്റംബറിൽ ചെയ്ത ആ ഒരു സ്പ്രെഡിൽ ഹൈലൈറ്റ്സ് എഴുതി വെക്കേണ്ട ഒരു സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒക്ടോബർ കഴിയാനായി, എന്നിട്ടും സെപ്റ്റംബർ ഹൈലൈറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അതിൽ തന്നെ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഹൈലൈറ്റ്സ് എഴുതി വെക്കേണ്ട സ്പേസിൽ സെപ്റ്റംബറിൽ എനിക്ക് എന്തൊക്കെ ചേഞ്ച് വന്നു, എന്തൊക്കെയാണ് എനിക്കിപ്പോൾ സെപ്റ്റംബറിനെ പറ്റി വിചാരിക്കുമ്പോൾ തോന്നുന്നത്, അതൊക്കെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. സെപ്റ്റംബർ വാസ് ആക്ച്വലി നൈസ്. എൻ്റെ ബർത്ത്ഡേ മന്തായിരുന്നു. അതുമാത്രമല്ല ഞാനൊരു ഐപാഡ് വാങ്ങിച്ചു. ഐപാഡ് എൻ്റെ കുറേ നാളായിട്ടുള്ള ഡ്രീം ആയിരുന്നു. എൻ്റെ മാത്രമല്ല, കഴിഞ്ഞ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് കുറേ പേരുടെ വിഷ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ് ഐപാഡ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ ഐപാഡ് ഒക്കെ വാങ്ങിക്കാൻ പറ്റട്ടെ. നിങ്ങളുടെ ഡ്രീം എന്താണോ അല്ലെങ്കിൽ വിഷ് ലിസ്റ്റിലുള്ളത് എന്താണോ അതൊക്കെ ചെയ്യാൻ പറ്റട്ടെ. ഇനി നമുക്ക് കാര്യമായിട്ട് ഒരു സ്പ്രെഡ് ചെയ്യാം. ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. എനിക്ക് എങ്ങനെ തുടങ്ങണം, എവിടെ തുടങ്ങണം, എങ്ങനെയാണ് എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ മുന്നേ എടുത്തു വെച്ച ഈ ഒരു ഗിഫ്റ്റ് റാപ്പർ എടുത്തിട്ടുണ്ട്. അതുപോലെ ബർത്ത്ഡേ കാർഡ് ഉണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് ഒരു സ്പ്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് നമുക്ക് ഈ ഒരു റാപ്പർ കൊടുക്കാം. പക്ഷേങ്കിൽ ആ ഒരു ബോ പോലത്തെ സംഭവം ഞാൻ എടുത്ത് കളയാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ വിചാരിച്ച് അവിടെ നിന്നോട്ടേന്ന്. പിന്നെ അതൊരു അവിടെ വെച്ചിട്ടൊരു വൃത്തികേട് പോലെ തോന്നി. അപ്പം ഞാനത് ലാസ്റ്റ് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഒരു വാഷി ടേപ്പ് എടുത്തിട്ട് അവിടെ ഇവിടെയൊക്കെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് ബർത്ത്ഡേ കാർഡ് സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്തു. പിന്നെ ഒരു ബലൂൺ വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു. അതും ഒന്ന് കട്ട് ചെയ്ത് അവിടെ ഇവിടെയൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പ്രെഡ് ചെയ്തിട്ട് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങ് പോക്കാം. എന്നിട്ട് തിങ്കളാഴ്ച മുതൽ കറക്റ്റായിട്ട് ഡെയിലി ഷോർട്സ് ഇടാമെന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി തിങ്കളാഴ്ച മുതൽ നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ഒരു വൈകുന്നേരം രാത്രി ആ ഒരു സമയത്തായിരിക്കും ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുക. ഒരു 8 മണിക്കുള്ളിൽ എന്തായാലും അപ്ലോഡ് ചെയ്യാം. ക്ലാസ്സിലാണെങ്കിൽ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും എനിക്ക് കറക്റ്റായിട്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം. അതുപോലെ ആദ്യമൊക്കെ ആണെങ്കിൽ കമൻസിനൊക്കെ കറക്റ്റായിട്ട് റിപ്ലൈ കൊടുക്കാൻ പറ്റാറുണ്ടായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഞാൻ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കാറുണ്ട്. ഇപ്പോൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ യൂട്യൂബ് സ്റ്റുഡിയോ നോക്കുക. അപ്പൊ ഫസ്റ്റിൽ ലേറ്റസ്റ്റ് ആയിട്ട് വന്ന കമന്റ്സ് ആണ് കാണുക. അതിനൊക്കെ റിപ്ലൈ കൊടുക്കുമ്പോൾ മുന്നേ ഉള്ള കമന്റ്സ് നോക്കാൻ പറ്റൂല. അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ
ഇപ്പോൾ കാണിച്ച പോളറോയിഡ് പിക്ചർ എൻ്റെ 20th ബർത്ത്ഡേൻ്റെ പിക്ചറാണ്. ആ ഒരു പിക്ചർ മാത്രമേ ബർത്ത്ഡേ വൈബിൽ എൻ്റെ കയ്യിലുള്ളൂ. പിക്നിക് തീമിലാണ് ആ ഒരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോൾ ഈ ഒരു ക്ലിപ്സ് കുറച്ചൊക്കെ ഞാൻ കഴിഞ്ഞ ബർത്ത്ഡേ വ്ളോഗിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഇതെവിടെയാ പ്ലേസ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് എൻ്റെ വീട്ടിൻ്റെ കുറച്ച് അടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. ഇതാണ് സ്ഥലം. അപ്പോൾ അന്നെടുത്ത ഒരു പോളറോയിഡ് പിക്ചറാണ് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സൈഡിലായിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് എന്തെങ്കിലും നോട്ട് എഴുതണ്ടേന്ന് വിചാരിച്ചിട്ട് 20th ബർത്ത്ഡേ മെമ്മറീസ്ന്നോ അങ്ങനെ എന്തോ എഴുതിയിട്ടും കൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ടോപ്പിലായിട്ട് എന്തോ ഒരു ബ്ലാങ്ക് സ്പേസ് പോലെ കണ്ടിട്ട് വേറൊരു സ്റ്റിക്കർ പോലെ ഈ ഒരു ടിക്കറ്റ് പോലത്തെ സ്റ്റിക്കർ ഞാൻ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം ഈ ഒരു സ്പ്രെഡ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. എനിക്കറിയില്ല ഇത് ഭയങ്കര അടിപൊളിയൊന്നും അല്ല, ബട്ട് സ്റ്റിൽ കുറേ കാലങ്ങൾക്ക് ശേഷം എൻ്റെ ഒരു ജങ്ക് ജേർണൽ പോലെ ചെയ്തതാണ്. പിന്നെ ഒരു സ്പ്രെഡ് കഴിഞ്ഞാലുള്ള എൻ്റെ സ്ഥിരം പരിപാടി വെറുതെ ഇങ്ങനെ മറിച്ചിട്ട് നോക്കുക. മുന്നേത്തെ പേജും ഇപ്പോഴത്തെ പേജും ഒക്കെ ജസ്റ്റ് ഒന്നിങ്ങനെ മറിച്ചിട്ട് നോക്കുക. ഇനി അറിയാലോ, നമ്മളിപ്പോൾ ഒരു ജേർണലിങ്ങിൻ്റെ സ്പ്രെഡോ ക്രാഫ്റ്റോ എന്ത് ചെയ്ത് കഴിഞ്ഞാലും ടേബിളിൻ്റെ അവസ്ഥ ഇതാണ്. ഇന്ന് അത്രയൊന്നുമില്ല, കുറച്ച് പേപ്പർ കട്ടിങ്സ് ഒക്കെ ഉള്ളൂ. പക്ഷേ ഇത് ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കെ ആണ്. ഇനി നീട്ടി വെച്ചാൽ ഇത് ഒരു കുന്നുപോലെയാവും. അതുകൊണ്ട് കറക്റ്റായിട്ട് ഇന്ന് തന്നെ വൃത്തിയാക്കി. ഇനിയിപ്പോൾ ജേർണലിങ് ചലഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം ഇതിലും വൃത്തികേടാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും കറക്റ്റായിട്ട് വൃത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല. ഓൾസോ ഈ ഒരു ജേർണൽ ഈ ഒരു വർഷം തന്നെ എനിക്ക് കംപ്ലീറ്റ് ആക്കണം എന്നുണ്ട്. കറക്റ്റായിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, കറക്റ്റായിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. ഈ ഒരു വർഷം കഴിയാനായിട്ടുണ്ട്. ഇനി 2 മാസമൊക്കെ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഇയർ. അപ്പോൾ ടേബിൾ പറ്റുന്ന പോലെ ഒരുവിധം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് തിങ്കളാഴ്ച മുതൽ കറക്റ്റായിട്ട് ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് പോവാം. ഇതൊരു കുഞ്ഞു വീഡിയോ ആണ്, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത്രയുള്ള ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡു സബ്സ്ക്രൈബ്. ബൈ.